ഹായ് ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ അതാ ഞങ്ങളും സുഖമായിട്ടിരിക്കണം കേട്ടോ. ഇവിടെ നമ്മൾ ബാംഗ്ലൂർ ആയതുകൊണ്ട് ചൊവ്വയും വെള്ളിയും അങ്ങനെ വിശേഷ ദിവസങ്ങളിലൊക്കെ പൂജയൊക്കെ ആയിട്ട് ചെയ്യും കേട്ടോ. വീടുകളിൽ തന്നെ നമ്മളിപ്പോൾ നാട്ടിലാണെങ്കിൽ ജസ്റ്റ് വിളക്ക് കൊളുത്തി വെക്കുക അങ്ങനെയൊക്കെയല്ലേ ചെയ്യുള്ളൂ. ഇവിടെയാണെങ്കിൽ കുറച്ചും കൂടി ഗ്രാൻഡായിട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിൽ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ പൂവൊക്കെ വെക്കും കേട്ടോ. മഞ്ഞ കളറുള്ള ജമന്തി പൂവും പിന്നെ റെഡ് റോസും അതൊക്കെ എല്ലാവരും ഈ വെള്ളിയാഴ്ച പൂജയ്ക്കും ചൊവ്വാഴ്ച പൂജയ്ക്കും അങ്ങനെ ഏതൊക്കെ ദിവസങ്ങളിൽ അവർ പൂജ ചെയ്യാമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വാങ്ങിക്കൊണ്ടുപോയിട്ട് ദൈവത്തിന് സമർപ്പിക്കും കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിലും നമ്മളും ഇങ്ങനെ ഇടയ്ക്ക് വിളക്കൊക്കെ കത്തിച്ച് വെച്ച് പൂജ പോലെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ എന്ന്. അപ്പോൾ ചൊവ്വയും വെള്ളിയൊന്നും നമ്മൾ വിളക്കൊന്നും കഴുകുക വൃത്തിയാക്കൊന്നും ചെയ്യില്ല. അതിന് മുന്നേ തന്നെ നമ്മളതെല്ലാം ചെയ്തു വെക്കും. വ്യാഴാഴ്ചയൊക്കെ ചെയ്യാം, ഞായറാഴ്ചയൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ചില ദിവസങ്ങളിൽ മാത്രം എല്ലാവരുടെയും വിളക്കൊക്കെ തുടച്ച് വൃത്തിയാക്കി നീറ്റാക്കുക. എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെയാണെങ്കിലും നമ്മളിപ്പോൾ ഇവിടെ പൂജ സ്റ്റാൻഡ് പോലെ നമ്മൾ ഉണ്ടാക്കിയിരിക്കണത്. നമുക്കിവിടെ പൂജ റൂം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ചേട്ടൻ കമ്പനിയിൽ തന്നെ ഒരു സ്റ്റാൻഡ് പോലെ ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ അതെന്താണെങ്കിലും ഉപകാരമായി, നല്ലൊരു രീതിയിൽ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ കുറച്ച് മഞ്ഞളും അതുപോലെ തന്നെ നമ്മുടെ കുങ്കുമവും കൂടി വെള്ളത്തിൽ നന്നായി ചാലിച്ചിട്ട് ദൈവത്തിന് ഇങ്ങനെ തൊട്ട് കൊടുക്കും കേട്ടോ. ദൈവങ്ങൾക്ക് മാത്രമല്ല ആ പൂജാ സ്റ്റാൻഡ് അവിടെ തൊട്ട് കൊടുക്കും. അതുപോലെ തന്നെ നമ്മളെ വീടിൻ്റെ മുൻവശത്തെ ഡോറിലും പിന്നെ ആ കട്ടില അതിലെല്ലാം നമ്മളിങ്ങനെ തൊട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇവിടെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് എത്ര നല്ല രീതിയിൽ അലങ്കരിക്കാൻ പറ്റുമോ അതിനനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പോൾ അതാ നമ്മുടെ അടുത്തൊരു ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ ആണുള്ളത്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു, അവിടെ നിന്ന് അമ്മ മേടിച്ചതായിരുന്നു തേനൂരിൽ നിന്ന്. അപ്പോൾ അതാ അതിൽ നമ്മളിങ്ങനെ ജസ്റ്റ് മഞ്ഞളോ ചാലിച്ചതും മഞ്ഞൾപ്പൊടിയും പിന്നെ ഈ കുങ്കുമം ഒക്കെ ചേർത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കതങ്ങനെ അലങ്കരിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇവിടെ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നതാണ് വീട്ടിൽ. ഇപ്പോൾ എപ്പോഴും ഒരു വീടിന് ഒരു തുളസി ചെടി ഉണ്ടാവും. അതുപോലെ അതിനെ ഇങ്ങനെ പൂജാ സമയത്തും അവിടെ നല്ല വൃത്തിയാക്കി ഈ ചന്ദനവും കുങ്കുമവും ഒക്കെ ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ എന്തൊക്കെ പൂജാ സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടോ, ഇപ്പോൾ ചന്ദനത്തിരി കൊളുത്തി വയ്ക്കുന്നത്, വിളക്ക്, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഈ ചന്ദനവും കുങ്കുമവും ഒക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഞാനും ഇവിടെയുള്ള ഓരോ ഫോട്ടോസിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ നാട്ടിൽ പോയപ്പോൾ ഒരു ചെറിയ കിണ്ടിയും പിന്നെ മണിയും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊക്കെ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ സ്റ്റാൻഡ് കേട്ടോ, പൂജയുടെ സ്റ്റാൻഡ്. ഇവിടെയുള്ള ഫോട്ടോസൊക്കെ വെച്ച് അതെല്ലാം നല്ല തുടച്ച് വൃത്തിയാക്കി എല്ലാത്തിലും ഇങ്ങനെ ചന്ദനവും കുങ്കുമവും ഒക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചൊവ്വയും വെള്ളിയൊക്കെ ചെയ്യുന്നതെങ്കിൽ ദേവിക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് മുല്ലപ്പൂവും ദേവിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണെന്ന് പറയും കേട്ടോ. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ വെച്ച് ഞാൻ ചെയ്തതാണ്. പിന്നെ ഇതിങ്ങനെ ഒരു പാത്രത്തിൽ അരി നിറച്ചിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും അതിലൊരു കോയിൻ കൂടി ഇട്ട് നമ്മുടെ പൂവൊക്കെ ഇട്ട് വെച്ചാലും കുറച്ചുകൂടി നല്ലതാണെന്നൊക്കെ പറയാറുണ്ട്. ചൊവ്വയും വെള്ളിയൊക്കെ അങ്ങനെ പൂജ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ്. പിന്നെ നമ്മുടെ വീട്ടിലൊരു പോസിറ്റീവ് എനർജി, അപ്പോൾ ഞാനിതിൽ കുറേയൊക്കെ വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ നല്ലൊരു പോസിറ്റീവ് എനർജി വരാനൊക്കെ ആയിട്ട് ഇത് ചെയ്യുവാണെങ്കിലും നല്ലതായിരിക്കും. അപ്പോൾ അത് അങ്ങനെ വിളക്കൊക്കെ കൊളുത്തി വെച്ചു. പിന്നെ ഒരു വിളക്ക് കത്തിക്കുന്നേക്കാൾ ഇങ്ങനെ 1-2 ചെരാതോ ചെറിയ വിളക്കുകളൊക്കെ ഇങ്ങനെ കത്തിക്കുവാണെങ്കിൽ 2-3 വിളക്ക് കത്തിക്കുവാണെങ്കിൽ നല്ലതാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. വിളക്കെല്ലാം തുടച്ച് വൃത്തിയാക്കി അതിൽ എണ്ണയൊഴിച്ച് തിരിയൊക്കെ ഇട്ടതിന് ശേഷം വിളക്കൊക്കെ കൊളുത്തി വെച്ചു. പിന്നെ ഇത് നമ്മുടെ സാമ്പ്രാണി വെക്കാനായിട്ട് ഞാനൊരു ബോക്സ് ടൈപ്പ് പോലത്തെ വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൂടി കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ ഫ്രണ്ടിലും ചന്ദനത്തിരിയൊക്കെ കാണിക്കുക. പിന്നെ അടുക്കളയിലൊക്കെ കാണിക്കുന്നതൊക്കെ നല്ലതാണ്. രാവിലെയൊക്കെ നേരത്തെ ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്കൊക്കെ കൊളുത്തിയിട്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ്. അതുപോലെ പൂജ ദ്രവ്യമായിട്ട് എന്തെങ്കിലും വെക്കാം. അപ്പോൾ പൂക്കളും അതൊക്കെ വെച്ചിട്ട് നമുക്ക് പൂജ ചെയ്യാം. പിന്നെ ഏലക്കായ ദേവി പൂജ ചെയ്യുന്ന സമയത്ത് വെക്കുന്നതും നല്ലതാണ്. അപ്പോൾ അതൊക്കെ ഒന്നും ചെയ്തില്ലെങ്കിലും നമ്മൾ കുളിച്ച് വൃത്തിയായി എല്ലാവരുടെയും അടിക്കലും തുടയ്ക്കലും ഒക്കെ കഴിഞ്ഞ് രാവിലെ കുളിച്ച് വിളക്കൊക്കെ കൊളുത്തുവാണെങ്കിൽ എന്താണെങ്കിലും ആ കുടുംബത്തിനൊരു ഐശ്വര്യം ഉണ്ടാവും. അപ്പോൾ അതുമെങ്കിലും ചെയ്യുക. രാവിലെയും വൈകിട്ടൊക്കെ ഇങ്ങനെ സന്ധ്യാനാമം ജപിക്കണതും അതൊക്കെ നമ്മുടെ വീട്ടിൽ നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെ കൊണ്ടുവരും. അപ്പോൾ അതൊക്കെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ യൂട്യൂബിൽ ഇങ്ങനെ കുറേ വീഡിയോസ് കാണാറുണ്ട്, പക്ഷെ അത് നമുക്ക് ചെയ്യാനും നമുക്ക് തോന്നണ്ടേ. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് ചെയ്യാൻ തോന്നും. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തോന്നട്ടെ. വീട്ടിൽ സർവ്വ ഐശ്വര്യങ്ങളും എല്ലാം ഉണ്ടാവട്ടെ. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.